നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ആഗസ്റ്റ് 5, 6 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കൃത്യം ടൈമിംഗ് പറയുകയാണെങ്കിൽ ആഗസ്റ്റ് 4 രാത്രി 9:54 PM മുതൽ ആഗസ്റ്റ് 7 വെളുപ്പിന് 1:53 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടാം. ഫോൺ വിളിക്കരുത്. വാട്സാപ്പ് നമ്പർ 9847291363. അതുപോലെ തന്നെ ദിനഫലങ്ങൾ ഞങ്ങൾ മാത്രമാണ് 2 ദിവസം കൂടുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റ് ചാനലുകളൊന്നും അതിന് മുതിരാറില്ല. അപ്പോൾ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടരാശിക്ക് ഗുണാധിക്യമാണ്. ശനി മാത്രമാണ് പ്രതികൂലം. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വ അനുകൂലമായിട്ട് വന്നു, അതൊരു വലിയ നേട്ടമാണ്. അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പിന്നെ ഭാഗ്യപരീക്ഷങ്ങളിൽ ഇവർക്ക് സാധ്യതയുണ്ട്. മേടൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാനം 3 പാദം, രോഹിണി മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ചന്ദ്രൻ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ല ഫലങ്ങൾ ഉണ്ടാക്കും. ഇവർക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാൻ ശനിയും സൂര്യനും അനുകൂലമാണ്. അപ്പോൾ സർവകാര്യ വിജയം, ഏത് കാര്യത്തിലും ഒരു വിജയസാധ്യത നിലനിൽക്കും. തൊഴിൽപരമായിട്ട് നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, പിന്നെ വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, സാങ്കേതിക രംഗത്ത് മേന്മകൾ, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി, മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർന്ന ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും ശനിയും ചൊവ്വയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് വ്യാഴം 2ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നിൽക്കുന്നു. അതാണ് ഏറ്റവും വലിയ നേട്ടം. ഇവിടെ ചന്ദ്രനും അനുകൂലമാണ്. ഈ ദിവസങ്ങളിൽ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യത, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി, പൂർണ്ണതം അവസാന പാദം, പൂയ ആയില്യം. കർക്കിടകം രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ചന്ദ്രൻ അനുകൂലമാണ്. എന്നാൽ തന്നെയും കർക്കിടക ലഗ്നക്കാർക്കും പ്രശ്നമാണ്. ഞാൻ തുലാം രാശിയാണെങ്കിലും കർക്കിടക ലഗ്നമാണ്. ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അതായത് സൂര്യൻ, ചൊവ്വ ഇവ രണ്ടും പ്രതികൂലമാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. ഇവർ ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ധനവരമൊക്കെ ഉണ്ടാവും. എന്നാൽ തന്നെ എല്ലാത്തിനും ഒരു കാലതാമസം, ഒരു തടസ്സം ഒക്കെ കാണും. അപ്പോൾ പൊതുവെ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി, ചിങ്ങം രാശിക്കും ഏതാണ്ട് സെയിം എഫക്റ്റാണ്. ഇവർക്ക് 5 ഗ്രഹങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. സൂര്യൻ, ശനി, സർപ്പം, ശിഖി ഇവയൊക്കെ അനുകൂലമാണ്. വ്യാഴവും പ്രതികൂലമാണ്. അപ്പോൾ ചൊവ്വ ഇവിടെ അനുകൂലമായിട്ട് വന്നു. ഓക്കെ, എന്നാലും അതിൻ്റെ ആ ഗുണഫലങ്ങൾ ഇവർക്ക് പൂർണ്ണമായിട്ടും കിട്ടില്ല. കാരണം 5 ഗ്രഹങ്ങൾ പ്രതികൂലമാണ്. ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെയും മറ്റും ധനപരമായി ഉണ്ടാവേണ്ടതാണ്. പക്ഷേ തടസ്സങ്ങൾ പ്രതീക്ഷിക്കാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. അതിൽ തന്നെ ഞായറാഴ്ച ശിവന് വഴിപാട് നടത്താൻ മറക്കരുത്. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്
വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. പൊതുവെ ചിങ്ങൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി കന്നിരാശി, ഉത്രം അവസാനം 3 പാദം, അത്തം ചിത്തിര ആദ്യ 2 പാദം. ഇവർക്ക് ചന്ദ്രനും പ്രതികൂലമായിട്ട് പോലും ഗുണാധിക്യം, അത്യധികം ഗുണാധിക്യമാണ് ഞാൻ പറയുന്നത്. എങ്കിലും അല്പം പൊലിമ കുറവ് പൊതുവെ കാണും. എന്നാൽ തന്നെയും ഇവർക്ക് 7 ഗ്രഹങ്ങളും നിരത്തിപ്പിടിച്ച് അനുകൂലമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, തൊഴിൽപരമായിട്ട് നേട്ടം, പിതൃഗുണം, സന്താന നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. പൊതുവെ കന്യാരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി തുലാം രാശി, ചിത്തിര അവസാനം 2 പാദം, ചോതി വിശാഖ ആദ്യം 3 പാദം. ഇവർക്ക് ഒരു ഗ്രഹവും ഡയറക്റ്റായിട്ട് പ്രതികൂലമില്ല. അതാണ് ഇവരുടെ ഹൈലൈറ്റ്. അതുകൂടാതെ 6 ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നു. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഭാഗ്യപരീക്ഷകളിൽ സാധ്യതയുണ്ട്. സർവകാര്യ വിജയം, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നേട്ടം, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, സന്താന നേട്ടം, പിതൃഗുണം, തൊഴിൽപരമായിട്ട് നേട്ടം ഒക്കെ തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി വൃശ്ചികം രാശി, ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, സർവവിധ സൗഭാഗ്യം, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവും വൃശ്ചികം രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി ധനുരാശി, മൂലം പൂരാട ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് അല്പം പ്രശ്നങ്ങളുള്ള ദിവസങ്ങളാണ്. ശനി, ചൊവ്വ, സൂര്യൻ, വ്യാഴം അല്പം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ പ്രതികൂലമാണ്. അനുകൂലമായിട്ട് സർപ്പവും ശിഖിയും മാത്രമേ ഉള്ളൂ. ഡയറക്റ്റായിട്ട് 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ തന്നെയും അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല. ചന്ദ്രനും ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശനിക്ക്, ശിവന്, അയ്യപ്പന് വഴിപാട് നടത്തുക. ധനുരാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല. ഇനി മകരം രാശി, ഉത്രാടം അവസാനം 3 പാദം, തിരുവോണം അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. സൂര്യൻ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. 7ാം ഭാവത്തിലാണ്. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ശനി, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ ഇവയൊക്കെ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നു. അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച. പൊതുവെ മകരം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി കുംഭൻ രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യ 3 പാദം. സൂര്യൻ അനുകൂലമാണ്, ചന്ദ്രൻ അനുകൂലമാണ്, ശുക്രൻ അനുകൂലമാണ്. എങ്കിലും സർപ്പം, ശിഖി, വ്യാഴം, ശനി ഇവ പ്രതികൂലമാണ്. അപ്പോൾ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. എല്ലാ ദിവസവും ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ഒരു പരിധി വരെ ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം, ധനവരവ് കാണുന്നു. എന്നാൽ തന്നെയും കുംഭൻ രാശിക്ക് അത്ര നല്ല ദിവസങ്ങളല്ല.
ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്തരട്ടാതി രേവതി. ഗുണദോഷ സമ്മിശ്രമാണ്. വ്യാഴം 5ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. എങ്കിലും ശനി, ചൊവ്വ, സർപ്പം ഇവ പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പാപഗ്രഹങ്ങളാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ജന്മശനിയാണ്. വ്രതമെടുത്ത് ശിവക്ഷേത്രത്തിൽ പ്രധാനമായിട്ടും വഴിപാട് നടത്തുക. ഇവർക്ക് ഒരു പരിധിവരെ ധനവരവുണ്ടാവും. പ്രത്യേകിച്ച് ബൗദ്ധിക മേഖലയിൽ നിന്ന് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും നേട്ടങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പരിധി വരെ. ഭൗതിക സുഖങ്ങൾക്ക് ഒരു പൊലിമ കുറവ് ഒക്കെ ഉണ്ടാവാം. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയാം. അത്യാവശ്യം പ്രശ്നങ്ങളും ഉണ്ടാവാം മീനം രാശിക്ക്. ഇനി ഭാഗ്യം നിറം പറയാം. 5ാം തീയതി ബുധനാഴ്ച പച്ച, 6ാം തീയതി വ്യാഴാഴ്ച മഞ്ഞ, അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ബ്രഹ്മമുഹൂർത്തം 5, 6 തീയതികളിൽ രാവിലെ 4:42 AM മുതൽ 5:30 AM വരെ ബ്രഹ്മമുഹൂർത്തമാണ് 5, 6 തീയതികളിൽ. ഇനി അഭിജിത് മുഹൂർത്തം 5ാം തീയതി ഇല്ല. 6ാം തീയതി ഉച്ചയ്ക്ക് 12:03 PM മുതൽ 12:52 PM വരെ അഭിജിത് മുഹൂർത്തമാണ് 6ാം തീയതി. അതുപോലെ തന്നെ ഇനി രാഹുകാലം 5ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് 12:28 PM മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് 5ാം തീയതി രാഹുകാലം. 6ാം തീയതി രാഹുകാലം 2 PM മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:33 PM വരെ രാഹുകാലമാണ്. രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക. ബ്രഹ്മമുഹൂർത്തത്തിലും അഭിജിത് മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക. ഇനി ഭാഗ്യ നമ്പറുകൾ 5, 8, 2026 5 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 2, 0, 6 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 6, 8, 2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 8, 9, 2, 0, 5 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചച്ചാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.